നല്ല ചൂടോടെ ഒരു വെറൈറ്റി ഫിഷ് ബിരിയാണി കഴിച്ചാലോ? നല്ല കിഴിക്കാച്ച റെസിപ്പിയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് മീനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്കൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് കരിവേപ്പിലയും, ഒരു 3-4 വറ്റൽമുളക്, ഒരു 4 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മൾ കുക്കറിലാണ് റൈസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലും, അതിലേക്ക് നമ്മളൊരു 2-3 പീസ് പട്ട, ഒരു 5 ഗ്രാമ്പു, ഒരു 6 ഏലക്ക, പിന്നെ ഒരു 3 വയനയില എടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 സവാള മുറിച്ചതാണ്. ഇതും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റും കൂടി ആഡ് ചെയ്ത് ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആകുമ്പോഴേക്കും ഇതിലേക്കൊരു 3 ടൊമാറ്റോ ചെറുതായി മുറിച്ചതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷിൻ്റെ പീസസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മീൻ പൊടിയാതെ നോക്കണം. അതിനുശേഷം നമ്മളൊരു 1 കിലോ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിനകത്തൊക്കെ ആഡ് ചെയ്ത് മീൻ പൊടിയാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൈസിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലും വെള്ളം കൂടി ഡൈല്യൂട്ട് ചെയ്തതാണ്. അതും കൂടി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വെയിറ്റ് വെക്കാതെ ഇതൊരു ആവി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആവി വന്നതിന് ശേഷം നമുക്ക് ഈ വെയിറ്റ് വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന മീനും റൈസും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.